ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 2 to 3 dx/x² - 1. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ 2 to 3 ഇങ്ങനെ എഴുതിക്കോട്ടെ, 1/x² - 1 dx ഇങ്ങനെ എഴുതിക്കോട്ടെ. സെയിം തന്നെയല്ലേ, 1/x² - 1 dx. നമുക്കിത് സ്പെഷ്യൽ ഇൻ്റഗ്രൽ ഉപയോഗിച്ചിട്ട് നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സ്പെഷ്യൽ ഇൻ്റഗ്രൽ ഉപയോഗിക്കാം. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, ഈ 1നെ നമുക്ക് 1² എന്ന് എഴുതാൻ പറ്റില്ലേ? ഈ 1നെ ഞാൻ 1² എന്ന് എഴുതി. ഇൻ്റഗ്രേഷനിൽ ഒരു സ്പെഷ്യൽ ഇൻ്റഗ്രൽ ഉണ്ട്, ഞാൻ ഇവിടെ എഴുതാൻ വേണമെങ്കിൽ 1/x² - a². ഓർമ്മയുണ്ടോ ഇങ്ങനെയൊരു റിസൾട്ട്? സ്പെഷ്യൽ ഇൻ്റഗ്രലിൽ പഠിച്ചിട്ടുണ്ട്. 1/x² - a² എന്ന് പറഞ്ഞാൽ 1/2a log x - a/x+a. ഇങ്ങനൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഈ റിസൾട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇവിടെ കറക്റ്റ് തന്നെയല്ലേ, a² പകരം 1² വന്നു, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ഫോർമുല പ്രകാരം 1/2a ശരിയല്ലേ? സോ ആ ഫോർമുല പ്രകാരം 1/2 × a. ഈ ഫോർമുല പ്രകാരം a എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/2 × 1 log a എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ, x - 1/x+1. x - 1 / x+1. ഈ ഫോർമുല നേരെ യൂസ് ചെയ്തു, എക്ക് പകരം 1 ഇട്ട് കൊടുത്തു. 2 to 3 ആണല്ലേ, 2 to 3. ദാറ്റ് ഈസ് ഒന്നുകൂടി 1/2 ഇൻറ്റു, നമുക്ക് കോൺസ്റ്റൻറ്റ് ഇൻറ്റു വരുമ്പോൾ കോൺസ്റ്റൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തോട്ട് എടുക്കാം. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻ്റഗ്രേഷൻ ഉള്ളപ്പോഴും ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റ് വരുമ്പോഴും കോൺസ്റ്റൻറ്റ് ഇൻറ്റു പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊന്നും ഓർമ്മയുണ്ടാവണേ. ഇവിടെ 1/2 ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തോട്ട് കൊണ്ടുപോയി. അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. 2 to 3. മോഡുലസ് എഴുതണമെന്നില്ല, ഓക്കെ. മോഡുലസ് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു, ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് 3 കൊടുക്കാൻ പോവുകയാണ് എക്സിന്. 3 കൊടുത്തു കഴിഞ്ഞാൽ log 3 - 1/3+1 വരും. മൈനസ് log, നമ്മളിനി എക്സിന് 2 കൊടുക്കണം, ലോവർ ലിമിറ്റ് 2 - 1/2+1 ഇങ്ങനെ വരും. ഇത് അടുത്ത സ്റ്റെപ്പിൽ 1/2 ഇൻറ്റു log 2/4 1/2 ശരിയല്ലേ? 2/4 1/2 മൈനസ് log 1/3. നമുക്കൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. log a മൈനസ് log b. log a മൈനസ് log b log a/b. log 1/2/1/3 ഇങ്ങനെ വരും. log a മൈനസ് log b log a/b ആണ്. ഇത് അടുത്ത സ്റ്റെപ്പിൽ 1/2 ഇൻറ്റു log, ഇത് ഇനി അറിയാമല്ലോ ചെയ്യാനായിട്ട്, 1/2 ഇൻറ്റു റെസിപ്രോക്കൽ. സോ ഫൈനൽ ആൻസർ ഈസ് log 3/2. 1/2 log 3/2 ആണ് ഫൈനൽ ആൻസർ.